ഓട്ടുമല ഉസ്താദാണ് ആ പരപ്പനങ്ങാടി ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള വലിയൊരു പള്ളി, ആ പള്ളിയിൽ മുദരിസാണ് അദ്ദേഹം. എല്ലാവർക്കും അറിയാം ഓട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഉസ്താദിനെ പറ്റി എല്ലാവർക്കും അറിയാം. അവിടെയാണ് പിന്നെ ഞാൻ കൂടുതൽ പിന്നെ പഠിച്ചത്, ഉപരിപഠനത്തിന് പോകുന്നത് വരെയും പഠിച്ചത് അവിടെ തന്നെയാണ്, ഓട്ടുമല ഉസ്താദാണ്. അവിടെ നിന്നാണ് പിന്നെ ഉപരിപഠനത്തിന് പോയതെന്ന് പറഞ്ഞത്. അത് അവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് അവർ ആലോചിച്ച്. കാരണം മലബാറിൽ നിന്ന് ധാരാളം ആളുകൾ വെല്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ മൊത്തം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു, പലരെയും തിരിച്ചയച്ച ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൽ അവിടെ അവർ തീരുമാനമെടുക്കും, നമുക്ക് അതുപോലെ വെല്ലൂർ പോലത്തെ അതേമാതിരി ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ആ മലബാർ പ്രദേശത്ത് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെയാണ് ഒരാൾ ഒരുപാട് വസ്തുക്കൾ അതിനുവേണ്ടി ബാപ്പു ഹാജി ഒരുപാട് വസ്തുക്കൾ അതിനുവേണ്ടി സംഭാവന ചെയ്ത് പട്ടിക്കാട് ജാമിയ നൂരിയാണ് അതിന് പിന്നീട് അവസാന കാലത്ത് പേരിട്ട്. ഷെയ്ഖ് ഹസൻ ഹസ്രത്തൊക്കെ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് മൂപ്പരും കൂടി വന്നിരുന്നു. മൂപ്പരും കൂടിയാണ് അതിൻ്റെ ബാഫക്കിത്തങ്ങളും അദ്ദേഹമൊക്കെയാണ് അതിൻ്റെ മുമ്പിൽ നിന്നിരുന്നത്. ഷെയ്ഖ് ഹസൻ ഹസ്രത്തും അതിൻ്റെ മുമ്പിലായിരുന്നു. അത് പ്രവർത്തിച്ച് നല്ല നിലയിലുമായി. അങ്ങനെ അത് ആരംഭിക്കാൻ നേരത്ത്, തുടങ്ങുന്ന നേരത്ത് എൻ്റെ ഉസ്താദ് ഓട്ടുമല ഉസ്താദിനെയാണ് ആദ്യമായിട്ട്, അന്നവിടെ 80ഓളം മുത്താലിമീങ്ങൾ പരപ്പനങ്ങാടി ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഉസ്താദ് അബൂബക്കർ ഓട്ടുമല അബൂബക്കർ ഉസ്താദിനെയാണ് ആദ്യമായിട്ട് അവിടത്തേക്ക് മുദരിസായിട്ട് ക്ഷണിച്ചത്. മുദരിസായിട്ട് തുടക്കം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളില്ല. അന്ന് തുടങ്ങുന്ന അവസരത്തിൽ വെറും 30 പേരെ കൊണ്ടാണ് തുടങ്ങിയത്. ആ 30 പേരാണ് അതിലുണ്ടായിരുന്നത്. തുടങ്ങിയപ്പോൾ മൂപ്പരുടെ ഈ ദർശയിൽ നിന്ന് അങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിനെ അവിടത്തേക്ക് ക്ഷണിച്ച്, അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് പേര് അവിടെയുള്ള മുതിർന്ന പിള്ളേർ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അതാണ് ഉപരിപഠനം എന്ന് പറഞ്ഞാൽ പോയിട്ട് ജാമിയ നൂരിയ പട്ടിക്കാട് അറബി കോളേജിലേക്ക് ഞങ്ങൾ ഈ ഇവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികളും താഴെക്കൂട് കുഞ്ഞലി വയസ്സുകാരും അദ്ദേഹത്തിൻ്റെ കൂടെയും 10-15 പേരുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുത്തവൂലിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട 15 പേരുണ്ടായിരുന്നു. ആ 15 പേരും ഇവിടുന്ന് 15 പേരും, അങ്ങനെ 30 പേരാണ് കൊണ്ടാണ് തുടങ്ങിയത്. അദ്ദേഹം വലിയ ആളാണ്. അദ്ദേഹത്തിന് എന്ന് പറയുന്നത് താഴെക്കോട് കുഞ്ഞലി വയസ്സുകാരെന്ന് പറയുന്നത് വലിയ മഹാൻ. അദ്ദേഹം ഒരു വലിയും കൂടിയാണ്. ആ നിലയിലാണ്. അദ്ദേഹത്തിന് വലിയ സമ്പന്നരുമാണ്, അതുകൊണ്ട് തന്നെ വലിയുമാണ് അദ്ദേഹം. 2 ഉസ്താദന്മാരാണ് അതിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു സമയത്ത് അദ്ദേഹത്തിന് കല്ലടി മുതലാളി, അവിടെ ഒരു അറബി കോളേജ് മുൻകാലത്ത് ഒരു അറബി കോളേജ് ഉണ്ടായിരുന്നു കല്ലടിയിൽ. ആ കല്ലടി മുതലാളി അദ്ദേഹത്തിന് മുദരിസായിട്ട് ക്ഷണിച്ച് ഒരു സമയത്ത് കാറ് കൊടുത്തയച്ച് മുദരിസായിട്ട് ക്ഷണിച്ചു. എല്ലാം ആയി. അങ്ങനെ അദ്ദേഹം കാറിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കോളേജിൽ ചെന്നു. അപ്പോൾ മുതലാളി ചോദിക്കുന്നത്, നിങ്ങൾ കിതാബ് ഇവിടെ? കിതാബ് കൊണ്ടുവരാനാണല്ലോ ഞാൻ കാർ അയച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൽക്കാരനല്ല. അക്കാലത്ത് അവിടുത്തെ ഭാഷയാണ് കോൽക്കാരൻ എന്ന് പറയുന്നത്. അതായത് വില്ലേജിൽ നിന്നും അതുപോലെ തന്നെ താലൂക്കിൽ നിന്നൊക്കെ വന്ന് അളവുകാർ വരുമ്പോൾ അതിൻ്റെ റെക്കോർഡിങ് കെട്ടുമൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അങ്ങനെയല്ല, ഞാൻ അതിൻ്റെ ആളല്ല, ഞാൻ മുദരിസാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്പെട്ടില്ല. ആ നിലയിൽ ആ മുതലാളി ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്തെല്ലാം ദർസ് എടുത്തു? അത് അദ്ദേഹം ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ കറുത്ത മഷിയിൽ, വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ നടത്തുന്നു. വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതി ഇന്ന കിതാബ് എന്ന് പറയണ്ട, എല്ലാം വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതുന്നത് എല്ലാം ഞാൻ നടത്തുന്നു പറഞ്ഞ് എന്നാ പറയുന്നത്. അദ്ദേഹം പിന്നീട് അവസാനം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞെങ്കിലും അവിടെ പറയേണ്ടതാണത്. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം കഫാർക്ക് ഒരുപാട് വേണ്ടി നോമ്പ് പിടിച്ച് കഫാറത്തൊക്കെ കൊടുത്ത ആളാണ്. ആർക്കും അത്ര അത് വിലായത്തുള്ള വലിയ അവർ രണ്ടുപേരുമാണ് ആദ്യം തുടങ്ങിയത്. ആ തുടങ്ങിയ അവസരത്തിലാണ് ഞങ്ങളും ഈ ആളുകളും കൂടി തുടങ്ങി. പിന്നീട് അതിന്റെ സെക്രട്ടറി ആയിരുന്നാണ് ബഹുമാനപ്പെട്ട EK ഉസ്താദ്, അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീടാണ് ഇവരെല്ലാവരും കൂടി പറഞ്ഞ് EK ഉസ്താദും കൂടി നിന്നാലേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ EK ഉസ്താദും കൂടി അവിടെ മുദരിസായിട്ട് നിന്നു. അങ്ങനെയാണ് അതിന്റെ ഉയർച്ച വരെയാണ്. അങ്ങനെ ഫൈനൽ പഠനം പട്ടിക്കാട് ജാമിയ നൂരിയിൽ ഉസ്താദ് ഫൈദിയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയിലെ അനുഭവവും അതുപോലെ കേരളത്തിലെ
4 സംഘടനയുടെയും മുസ്തനദാണ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ള. അവരുമായി ശിഷ്യബന്ധമുള്ള ഏക പണ്ഡിതർ അങ്ങാണെന്ന് അറിഞ്ഞു. ഒന്ന് ആ കുത്തുബി ഉസ്താദിനെ പറ്റിയും പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ജീവിതത്തെ പറ്റിയും ഒന്ന് വിശദീകരിച്ച് കൊള്ളാമായിരുന്നു. മൂപ്പര് കുത്തുബി ഉസ്താദ് അത് വലിയ മഹാപണ്ഡിതനാണ്. മഹാപണ്ഡിതൻ അന്ന് സമസ്ത വന്ന് വലിയ ചലിക്കണമെങ്കിൽ മൂപ്പര് പറയുന്നത് പോലെ ചലിക്കാനേ ഉള്ളൂ. എന്ത് ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തീരുമാനം എടുക്കുക. അത്ര വലിയ ആളാണ് ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ്. കുത്തുബി ഉസ്താദാണ് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ 30 പേരെ വീട്ടിൽ തുഹഫ ചൊല്ലിത്തന്നത് ഞങ്ങൾക്കാണ്. തുഹഫ ചൊല്ലിത്തന്ന് ആണ് ആ ദർസ് ഉൾക്കാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹം ആ പാഠം അത്ര കണ്ട് എല്ലാ ഫന്നുകളിലും മികവുള്ള വലിയ കഴിവുള്ള ആളാണ് കുത്തുബി ഉസ്താദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തുഹഫ കേട്ടാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ നിലയിൽ 2 മണിക്കൂറോളം നിന്ന് ഞങ്ങൾക്ക് ചൊല്ലിത്തന്ന് ആ നിലയിലാണ് എന്റെ ഉസ്താദ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവരുടെ ഉസ്താദാണ്. അതെ, എന്റെ ഉസ്താദാണ്. അവരെ പറ്റി പ്രത്യേകിച്ച് അവരായിട്ടുള്ള ബന്ധങ്ങളും അനുഭവങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. EK ഉസ്താദ് പിന്നീട് ഈ 2 പേരും കൊണ്ടാണ് ആദ്യം തുടങ്ങിയെങ്കിലും ഉടനെ EK ഉസ്താദും കൂടി വന്ന് ചാർജിലായി. അദ്ദേഹം പ്രിൻസിപ്പാളായതോടുകൂടെ വലിയ നിലയിൽ അങ്ങ് വളർന്നു. അദ്ദേഹത്തിന്റെ കിതാബ് അദ്ദേഹം കുറേ നാള് വെല്ലൂരിൽ മുദരിസായിരുന്നു. അതിന്റെ ശേഷം പിന്നെ അദ്ദേഹം ദർസിൽ നിൽക്കാതെ പ്രസംഗവും അതും വാദപ്രതിവാദവുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ ഇവരുടെ ആവശ്യപ്പെട്ട് ദർശന സമസ്തകളിലും ആവശ്യപ്പെട്ട് അവിടെ പ്രിൻസിപ്പാളായിട്ട് നിൽക്കണമെന്ന്. അങ്ങനെ മൂപ്പര് പ്രിൻസിപ്പാളായിട്ട് അങ്ങനെ നിന്നു. മൂപ്പരുടെ പ്രസംഗത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ കിതാബുകളും അസ്ർ കഴിഞ്ഞിട്ടതിന് ശേഷം മഗ്‌രിബ് വരെയും വീണ്ടും ഹാരിയ കിതാബുകൾ അദ്ദേഹം ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ എല്ലാ ഫന്നുകളും തുഹഫയൊക്കെ ബഹുമാനപ്പെട്ട EK ഉസ്താദിനെ കൊണ്ടാണ് ഞാൻ തുഹഫ ഓതിയത്. അതുപോലെ വലിയ കിതാബ് ഖാദി ഹംദുള്ള, ഇതുപോലെ ബുഖാരി 4 ഭാഗം ഉണ്ടായിരുന്നാലും 1-ാം ഭാഗത്തും കഴിഞ്ഞ പിന്നെ അവസാനം മൊത്തം ബഹുമാനപ്പെട്ട മൂപ്പര് ഓതി തീർത്ത് തന്നെയാണ് ചെയ്തത്. പല കൊല്ലം 2-3 കൊല്ലം കൊണ്ട് ഓതി തീർത്ത് തന്നെ തന്നു.